السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ ചാലിച്ച ഹൃദയങ്ങളെ തഴുകി തലോടിയ ഒരു അനിർവചനീയമായ ഒരു സ്നേഹത്തിന്റെ കഥ. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ സ്നേഹചുംബൻ. അതെ, അടർക്കളത്തിലെ സ്നേഹചുംബനം. ബദ്രയുദ്ധക്കാലം തന്നിൽ പടാവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഹുൽ ബദരീങ്ങളെ, ബദ്രയുദ്ധക്കാലം തന്നിൽ പടാവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഹുൽ ബദരീങ്ങളെ, ഉദികത്തും ഇസ്ലാമിൽ ഉയർമാളും കൊടുത്തുള്ളേ ഉശ്രപ്പൂ പൂലികളാ ബദരീങ്ങളെ, ബദ്രയുദ്ധക്കാലം തന്നിൽ പടാവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഹുൽ ബദരീങ്ങളെ, കുദ്റത്തുടയോനും കൽപ്പിച്ചു ഗുണതോഹ റസൂലിനെ സ്നേഹിച്ചു, പതറാതെ തൗഹീദ് മുന്നിച്ചു, സത്യപാന്താവിലീണത്തം കാണിച്ചു, നിരയൊത്ത മാലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ നിറവാലേ ഷഹീദാടിയ ശുഹദാക്കളെ. ബദറിന്റെ രണാങ്കളത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അങ്ങകലെ അടർക്കളത്തിൽ വിശുദ്ധ ദീനെതിരെ പടപ്പൊരുതാൻ അബൂജഹലും സംഘവും അതാ സർവായുധ ഭൂഷിതരായി നിൽക്കുകയാണ്. അവർക്കപ്പുറത്താണ് ആദരവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 വരുന്ന സഹാബാക്കളും എല്ലാം തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. യാ സ്വഹാബ, ഒന്നിങ്ങ് അടുത്തു വാ. അവർ സർവായുധ ഭൂഷിതരാ. അവരെ നേരിടാൻ മനക്കരുത്തുണ്ടോ നിങ്ങൾക്ക്? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പേടിയില്ല നബിയെ. അണ്ടകടാഹങ്ങളെ പടച്ച, അഖിലാണ്ട ബ്രഹ്മാണ്ടത്തെ പടച്ച സർവനാഥനായ അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വില്ലാളി വീരനായ ശത്രുപക്ഷത്തിന് മുമ്പിലേക്ക് ധീരരായ ശൂരരായ പരാക്രമികളായ സഹാബാക്കളെ നിർത്താൻ വേണ്ടി ആദരവായ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എവിടെയാടാ മുഹാജിറുകൾ ധീരൻ എവിടെ? മിസ്അബ് ഇബ്നു ഉമൈർ ലബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട് നബിയെ. മിസ്അബേ, ഇസ്ലാമിന്റെ വെള്ള പതാക നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. പിടിക്ക്. ഈ ജവാഹകനായി ഈ സംഘശക്തി മുമ്പിൽ നീയാണ് നിൽക്കേണ്ടത്. ധീരനായ ചുണക്കുടിയുടെ കയ്യിലേക്ക് ഇസ്ലാമിന്റെ വെള്ള പതാക നൽകി പരിശുദ്ധ പ്രവാചകൻ. രണ്ടാമതായി പ്രവാചകന്റെ കണ്ണുകൾ തിരയുകയാണ്. എവിടെ? ധീരനായ ശൂരനായ അലിയാർ ലബൈക യാ റസൂലല്ലാഹ്, ആജ്ഞകൾ ശിരസാ വഹിക്കാൻ, അങ്ങയുടെ കൽപ്പനകൾ ചുമലിലേറ്റാൻ, ഈ പടയുടെ മുമ്പിൽ പട നിൽക്കാൻ അങ്ങ് ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ പ്രവാചകനതാ രണ്ടാമത്തെ കൂടി മഹാനായ അലിയാ തങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സഹാബാക്കൾ മുഴുവൻ ആകാംക്ഷപരിതരാണ്. ആരായിരിക്കും പ്രവാചകൻ മൂന്നാമതായി വിളിക്കുക? എല്ലാവരും ധീരരാ, എല്ലാവരും പ്രഗത്ഭരാ. അപ്പോഴാണ് പരിശുദ്ധ പ്രവാചകൻ ചോദിക്കുന്നത്, എവിടെ സഅദ്? എവിടെ സഅദ്? ലബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയെ. ആ നിയോഗം എനിക്കാണോ? ഈ പടയടിക്കെതിരെ പടപൊരുതാൻ മൂന്നാമതായി കൊടി ഏൽപ്പിക്കുന്നത് എന്നെയാണോ നബിയെ? അതേ സഅദ് എന്ന് പറഞ്ഞ് 3 കൊടി അങ്ങ് സഹാബാക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള സഹാബാക്കളുടെ ആദരവായ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, യാ സ്വഹാബ, ഉറപ്പിപ്പാനാരുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്ത് കുശ്രമായിൽ കോടികൊള്ളും മണികളിൽ പിടുത്ത് മരുമാലർ ഭാഷിക്കൊള്ളും മൂടെ നേരെ നീരത്ത് മനമൊന്തിയാലികത്ത സാദൃവപ്പോൾ കരുത്ത്. ഉറപ്പിപ്പാനാരുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്ത് കുശ്രമായിൽ കോടികൊള്ളും മണികൾ
മണികളിൽ പിടുത്ത് മനുമാലർ ഭാഷി കൊള്ളും മൂടെ നേരെ നിരത്ത് മനമൊന്തിയാരികത്ത സദൃവപ്പോൾ കരുത്ത് പിറകിക്കായി മോഹം മുന്നിൽ താലേഹാറു ബാധത്തെ പേശുന്നോൻ ഇബ്ലിസ് ഹാക്കിൽ ആടൽ സോഫ ഗലുത്തെ പിറമുത്ത് സാമായത്തിൽ മദീനയിലാണേത്ത് തിരുനബികൾ സൊഫിൽ തീടെ നടന്നോദിർത്ത് ഇസ്ലാമിന്റെ വെള്ള പതാക ആദരവായ പരിശുദ്ധ പ്രവാചകർ സഹാബാക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവരോട് കളിപ്പിച്ചു. യാ സഹാബ, ആ നിൽക്കുന്ന ശത്രുപക്ഷത്തിന് മുമ്പിലേക്ക് നിങ്ങൾ നിൽക്കണം. അശ്ശാരുടെ കുതിര എങ്ങനെയാണോ കുതിച്ചു പായാൻ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ നിൽക്കുക സഹാബ. ആ മൂന്ന് പതാകയിൽ ഇസ്ലാമിന്റെ ധീരരായ 313 സഹാബാക്കളങ്ങ് അണിനിരക്കുകയാണ്. ആ അണിനിരുന്ന സഫിനിടയിലൂടെ സർവ്വസൈനാധിപനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് നടക്കുകയാണ്. എന്തിനാണ് നടക്കുന്നത് നിങ്ങൾക്കറിയോ? സഫുകളിൽ അണിയായി നിന്നാൽ അതിനൊരു ബറക്കത്തുണ്ട്. അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ യാ സഹാബ. അതുകൊണ്ട് നിങ്ങൾ അണിയായി നിങ്ങളുടെ കാലുകൾ ഉറപ്പിച്ച് അശ്ശാരുടരായി നിൽക്കൂ എന്ന് പരിശുദ്ധ പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ അതനുസരിച്ച് സഹാബാക്കൾ അണിനിരക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞ കാര്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പരിശുദ്ധ പ്രവാചകൻ അത് ആ സദസ്സിന്റെ ഇടയിലൂടെ അങ്ങ് നടക്കുകയാണ്. ഒരു മുനയില്ലാത്ത അമ്പുണ്ട് കയ്യിൽ. അതുകൊണ്ട് സ്നേഹത്തോടെ ചിലർ തലോടുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് നിൽക്കി, ഒന്ന് ഇങ്ങോട്ട് നിൽക്കെന്നൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തി പോകുമ്പോഴാണ് ആ സഫിലുള്ള ഇടത് കാലിങ്ങനെ മുന്തിച്ച് നിൽക്കുന്നത് പരിശുദ്ധ പ്രവാചകൻ കാണുന്നത്. അദ്ദേഹത്തിന് വയറൽപ്പ് ചാടിയിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഷർട്ട് പോലും ധരിച്ചിട്ടില്ല. പരിശുദ്ധ പ്രവാചകൻ മെല്ലെ അദ്ദേഹത്തിന് അടുത്തെത്തിയിട്ട് ചോദിച്ചു, അല്ല എന്താ സവാദം നിങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്? ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അറിയില്ലേ? ഇങ്ങനെയാണോ സഫിൽ നിൽക്കേണ്ടത്? ഒന്ന് നേരെ നിൽക്ക് സവാദ എന്ന് പറഞ്ഞ് പരിശുദ്ധ പ്രവാചകൻ ഒന്ന് ശരിപ്പെടുത്താൻ വേണ്ടി തന്റെ കയ്യിലെ മുനയില്ലാത്ത അമ്പ് കൊണ്ടൊന്ന് വല്ലൊന്ന് തല്ലിയതാ. തല്ലണമെന്ന് കരുതതല്ല, നോവിക്കണമെന്ന് കരുതതല്ല, വേദനിപ്പിക്കാനല്ലല്ലോ വേദാംബർ പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തേക്ക് വന്നത്. പക്ഷെ സവാദുവിന്റെ ആ ഷർട്ട് ധരിക്കാത്ത ആ ഉദരത്തിലേക്ക് ആ മുനയുടെ അമ്പങ്ങ് കൊണ്ടപ്പോൾ ഇടറുന്ന കണ്ടത്തോടെ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായ പരിശുദ്ധ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉശ്ലിങ്കൽ യാ ഹബീബ മുദിമങ്കും തോബ തോബ യാ റസൂലല്ലാഹ് പെരിയോനെ ഉമൈറക്കായി പേശും ജിന്നിൻ സിടക്കായി തിരിശം റസൂൽ തങ്കായി യാ സുഫിയല്ലാഹ് ഉരതുയ മൗലൽ ഖറബ ഉശ്ലിങ്കൽ യാ ഹബീബ ഉദിമങ്കും തോബ തോബ യാ റസൂലല്ലാഹ് പരിശായി റഹ്മത്തിനല്ല കഅബക്കായുള്ളതല്ല പൊരുത്തപ്പെടുത്താനല്ല യാ നബി അല്ലാഹ് ഉരതുയ മൗലൽ ഖറബ ഉശ്ലിങ്കൽ യാ ഹബീബ ഉദിമങ്കും തോബ തോബ യാ റസൂലല്ലാഹ്. വിറക്കുന്ന ചുണ്ടുകളോട് കൂടി മഹാനായ സയ്യിദുനാ സവാദ് ആദരവായ പരിശുദ്ധ പ്രവാചകനോട് ചോദിക്കുകയാണ്, അറബികളുടെ നേതാവല്ലയോ? അതെ. ഈ ലോകത്തിന്റെ റഹ്മത്തല്ലയോ? അതെ. ഈ സമൂഹത്തിന്റെ നായകരല്ലയോ പ്രവാചകരെ? അതെ സവാദേ. പ്രവാചകരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങ് ഈ സൊഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മെല്ലെ തലോടുന്ന പോലെ തല്ലിയല്ലോ പ്രവാചകരെ? അതേ സവാദേ. പ്രവാചകരെ, എനിക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് നബിയെ. പരിശുദ്ധ പ്രവാചകന്റെ മുഖത്തെ ഭാവം അങ്ങ് മാറി. അറിയാതെ സവാദ് റളിയല്ലാഹു അൻഹുവിനെ വേദനിച്ചപ്പോൾ ആദരവായ പരിശുദ്ധ പ്രവാചകൻ സവാദിന്റെ അരികിലേക്ക് നീങ്ങി ചോദിച്ചു, സവാദേ, ഞാൻ അറിയാതെ ചെയ്തതാ.
നീ പൊരുത്തപ്പെടുകയില്ലേ സയ്യിദുനാ സവാദ്? മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായി പരിശുദ്ധ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, റസൂലേ, ആദരവായി പരിശുദ്ധ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പരിശുദ്ധ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, റസൂലേ, ത്വരിതപ്പോദൂതർ ചൊന്ന സവാദേ നീ ചൊന്നത് എന്ന തോഹാവേ എന്തോന്ന നീ സൊഫതിൽ സബക അത് തോഹ ഉങ്ങളല്ലേ തിബ്ഹാലെ കൊണ്ട് കുത്തി കബായത്ത് കൈമശത്തി ആർക്കുമെങ്കിലുമേ ഉദരം എല്ലാവരുത്തം പുളവായി അഭൂനിമിത്തം ഉള്ളം നറു കുരുത്തം ആക്കിടാം നബിയേ ഉരത്തുയ മൗലൽ ഖറബ ഉശിർലിംഗൽ യാ ഹബീബ ഉദിമങ്കും തോബ തോബ യാ റസൂലല്ലാഹ്. ആദരവായ പരിശുദ്ധ പ്രവാചകന്റെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് മഹാനായ സയ്യിദുനാ സവാദ് തന്നെ പറഞ്ഞു, നബിയെ, എനിക്ക് പൊരുത്തപ്പെടാനാവില്ല നബിയെ. എന്താ സവാദ നീ പറയുന്നത്? സ്വഹാബാക്കൾ മുഴുവൻ വികാര വിജൃംഭിതരായിരുന്നു. അവരുടെ മുഖത്തെ ഭാവം മാറി സവാദേ എന്ന് വിളിക്കണം അവർക്കുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ തന്റെ കരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടരുത്, ഞാൻ സവാദിനെ കേൾക്കട്ടെ. എന്താ സവാദേ? പറ റസൂലേ, അങ്ങനെ തല്ലിയപ്പോൾ എനിക്ക് വേദനിച്ചു നബിയെ. എനിക്ക് അതിനെ പ്രതികാരം ചെയ്യാതെ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകിയില്ല. സഹാബാക്കളും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, മോനെ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ചില സഹാബാക്കളൊക്കെ സവാദാവിനെ നോക്കുകയാണ്. എന്താണ് അവന് പറ്റിയത്? ആരോടാണ് ഇവൻ പരാതി പറയുന്നത്? ആരോടാണ് ഇവൻ പ്രതികാരം ചോദിക്കുന്നത്? ചില സഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളെ ചെയ്തോ. ആരംഭ പൂവിനെ പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആദരവായി പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, നിൽക്കേ, ഞാൻ സവാദിനെ കേൾക്കട്ടെ. ഞാൻ സവാദിന്റെ ആഗ്രഹം എന്താണ് കേൾക്കട്ടെ. സവാദ് പറഞ്ഞു, നബിയെ, അങ്ങനെ തല്ലിയതുപോലെ അങ്ങനെ പ്രഹരിച്ചതുപോലെ അവിടെ എനിക്ക് തിരിച്ച് പ്രഹരിക്കണം. പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, അതായിരുന്നു പ്രശ്നം? അത് സംബന്ധിച്ചാൽ നിനക്ക് സന്തോഷമാകുമോ? അതെ, എന്നാ നീ അരികിലേക്ക് വാ സവാദേ, എന്നെ അങ്ങ് തല്ലിക്കൊന്ന് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് സവാദ് തന്റെ രണ്ടാമത്തെ കണ്ടീഷൻ പരിശുദ്ധ പ്രവാചകനോട് പറയുന്നത്. പ്രവാചകരെ, അങ്ങ് കണ്ടിരിക്കുമല്ലോ, നബിയെ, ഇതൊരു അടർക്കളമാണ്. അങ്ങ് കണ്ടിരിക്കുമല്ലോ, ഞാൻ ജീവനും ജീവിതമെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ വന്നവനാ. ഈ ഷർട്ട് ധരിക്കാതെ എന്റെ ഉദരത്തിലേക്കാണ് അങ്ങ് അടിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങേ അതുപോലെ തന്നെ തിരിച്ച് പ്രഹരിക്കണം. അങ്ങയുടെ കമീസമല്ല ഉയർത്തി തരണമെന്ന് പരിശുദ്ധ പ്രവാചകനോട് തന്റെ രണ്ടാമത്തെ കണ്ടീഷൻ സവാദ് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ കൈകൾ ഇങ്ങനെ കണ്ണുകളിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ പ്രവാചകൻ അതിൽ സമ്മതിക്കും. റസൂൽ കമീസ് ഉയർത്തി കൊടുക്കുന്നു. എന്തിനാ മുത്തുനബിയോട് ഇങ്ങനെ സവാദ് എന്തിനാ മുത്തുനബിയോട് ഇങ്ങനെ ചെയ്യുന്നത്? സഹാബാക്കൾ മുഴുവനും വികാര വിജൃംഭിതരായി ഇമവട്ടാതെ കാഴ്ച കാണാൻ നിൽക്കുമ്പോൾ ആദരവായ പരിശുദ്ധ പ്രവാചകനതാ സവാദുവിന് മുന്നിൽ നെയ്നാർ നബി തോഹ കമീസ് കേട്ടി നവിണ്ട് സവാദോടിങ്കടുത്തോതിത്തി അയിനാൽ തിരുവത്തൻ അയർത്ത് നോക്കി അടുത്ത് പൊളിന്താശ വിളിവോളുക്കി നൈന നബി തോഹ കമീസ് കേട്ടേ നവിണ്ട് സവാദോടിങ്ങടുത്ത് നീട്ടി അയിനാൽ തിരുവത്തൻ അയർത്ത് നോക്കേ അടുത്ത് പൊളിന്താശ വിളിവോളുക്കി
മഹിമാൻ മഹാജൂതർ മലക്കൊഞ്ചത്തെ മഹാനായ സയ്യിദുനാ സബാദുൽ പരിശുദ്ധ പ്രവാചകൻ തന്റെ കമീസ് മെല്ലെ മഹാജൂതർ മലർക്കഞ്ചത്തെ സഹാബാക്കൾ വികാര വിചുംബിതരായ ഉദരത്തിലേക്ക് ഇവ വട്ടാതെ ഇങ്ങനെ നോക്കി നിന്നു. പരിശുദ്ധ പ്രവാചകന്റെ പരിമളം പരന്നു നിൽക്കുന്ന മേനി, ലാവണ്യത്തിന്റെയും മയകിന്റെയും ചാന്ദ്രിക ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഉദരത്തിലേക്ക് മഹാനായ സയ്യിദുനാ സബാദുൽ എല്ലാം അടുത്തു. സബാദുൽ ആ കമീസ് ഉയർത്തിയ പരിശുദ്ധ പ്രവാചകന്റെ ഉദരത്തിലേക്ക് തന്റെ ചുണ്ടുകൾ അങ്ങ് ചേർത്തിയിട്ട് അമർത്തി അങ്ങ് ചുംബിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, യാ റസൂലല്ലാഹ് എന്നു പറഞ്ഞ് തന്റെ ചുംബനങ്ങൾ നൽകിക്കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോയി സയ്യിദുനാ സബാദുൽ. സഹാബാക്കളൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിന്നു. പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, എന്താ സബാദേ, എന്താ നിനക്ക് പറ്റിയേ? റസൂലേ, ഇതൊക്കെ ഞാൻ ചെയ്തത് അങ്ങയുടെ നിറലാവണ്യമുള്ള നിറപൗർണമി പോലെ പരിമളം പരത്തുന്ന അങ്കലാവണ്യം ഒന്ന് ചുംബിച്ച നാളെ സുവർഗത്തിലെ പഞ്ചവർണ്ണ കിളികളെ പോലെ പാറി നടക്കാൻ അത് കാരണം മതി. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ നാടകം കളിച്ചത്. പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഇത്രയും പറഞ്ഞു ഞങ്ങളെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഘടിപ്പിക്കുന്ന ക്വിസ് കോമ്പറ്റീഷനിലെ 4ാമത്തെ ചോദ്യത്തിനുത്തരം. ചോദ്യം ഇതായിരുന്നു: റേഡിയോ കണ്ടുപിടിച്ചതാര? ഉത്തരം മാർക്കോൺ. വിജയിയായിരിക്കുന്നത് യത്തിങ്ങാനയിൽ പഠിക്കുന്ന അദ്നാൻ VK. വിജയ് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്.